ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നതും ദുരൂഹവുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. 2015 മാർച്ച് 24 ഫ്രഞ്ച് ആപ്സിൽ തകർന്നു വീണ ജർമ്മൻ വിങ്സ് ഫ്ലൈറ്റ് 9525 കുറിച്ചും ആ ദുരന്തത്തിലേക്ക് നയിച്ച ഭീകരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും. 2015 മാർച്ച് 24 രാവിലെ ജർമ്മൻ വിങ്സ് വിമാനം 9525 ബാർസലോണയിലെ തിരക്കേറിയ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായി. സൂര്യൻ ഉദിച്ചുയരുകയായിരുന്നു. ഡാർമാർക്കിന് മുകളിൽ ഒരു സുവർണ ഛായ വിരിച്ചിരുന്നു. ആകാശം കളങ്കമില്ലാത്ത നീലയായിരുന്നു. പറക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ. 144 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു. കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ, ബിസിനസ് യാത്രക്കാർ, അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവർ എന്നിങ്ങനെ പലതരത്തിലുള്ള യാത്രക്കാരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. അവർ ഓരോരുത്തർക്കും അവരുടേതായ കഥകളും ലക്ഷ്യസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. ചിലർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മറ്റു ചിലർ പുതിയ സാഹസിക യാത്രകൾ ആരംഭിക്കുകയായിരുന്നു. എയർബസ് A320 സുഗമമായി പറന്നുയർന്നു. യാത്രക്കാർ പതിയെ സംസാരിച്ചും വായിച്ചും താഴെ കാണുന്ന നഗരത്തെ നോക്കിയും ഇരുന്നു. ആർക്കും അസാധാരണമായി ഒന്നും തന്നെ തോന്നിയില്ല. കോക്പിറ്റിൽ ക്യാപ്റ്റൻ പാട്രിക് സോണ്ടർഹൈമറും സഹ പൈലറ്റായ ആൻഡ്രിയാസ് ലുബിറ്റ്സും അവരുടെ പറക്കുന്നതിന് മുമ്പുള്ള ചെക്ക് ലിസ്റ്റുകൾ പരിശോധിച്ചു. എയർ ട്രാഫിക് കൺട്രോളുമായി ശാന്തമായി ആശയവിനിമയം നടത്തി. എല്ലാം പതിവ് പോലെയായിരുന്നു. ഇരു പൈലറ്റുമാരും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രൊഫഷണലുകളായി കാണപ്പെട്ടു. വിമാനം ക്രൂയിസിംഗ് ഉയരത്തിലെത്തി. ഫ്രഞ്ച് വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പുറത്തെ കാഴ്ച മഞ്ഞു മൂടിയ ആൽപ്പസ് പർവ്വതനിരകളുടെ മനോഹരങ്ങളായ ദൃശ്യങ്ങളായി മാറി. വിമാനം എല്ലാ രീതിയിലും സാധാരണമായിരുന്നു. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ വിമാനം ഒരു സ്ഥിരവും വിശദീകരിക്കാനാകാത്തതുമായ ഇറക്കം ആരംഭിച്ചു. എയർ ട്രാഫിക് കൺട്രോളർമാർ പെട്ടെന്ന് ഉയരം കുറയുന്നത് ശ്രദ്ധിക്കുകയും കോക്പിറ്റുമായി ബന്ധപ്പെടാൻ ആവർത്തിച്ച് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ കോളുകൾക്ക് അസ്വസ്ഥമാക്കുന്ന നിശബ്ദതയായിരുന്നു മറുപടി. പ്രതികരണവുമില്ല, വിശദീകരണവുമില്ല. വിമാനത്തിൻ്റെ വഴി ഒരു കാലത്ത് സാധാരണമായിരുന്നത് ഇപ്പോൾ ഒരു ഇരുണ്ട വഴിത്തിരിവായി മാറി. യാതൊരു ഡിസ്ട്രസ് കോളുകളുമില്ലാതെ, സാങ്കേതിക മുന്നറിയിപ്പുകളില്ലാതെ, പുറമെ ഒരു പ്രശ്നത്തിൻ്റെയും സൂചനകളില്ലാതെ വിമാനം പരുക്കം പർവ്വതങ്ങളിലേക്ക് ഇറങ്ങുന്നത് തുടർന്നു. ഒരു സാധാരണ യാത്രയായി തുടങ്ങിയത് യന്ത്ര തകരാറോ കാലാവസ്ഥാ പ്രശ്നങ്ങളോ കാരണമല്ലാത്ത, ലോകത്തെ ഞെട്ടിക്കുകയും അസംഖ്യം ജീവിതങ്ങളിൽ മായാത്ത മുറിപ്പാടുകൾ അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു ബോധപൂർവമായ പ്രവൃത്തി കാരണം സങ്കല്പിക്കാനാവാത്ത ദുരന്തത്തിൽ അവസാനിക്കാൻ പോവുകയായിരുന്നു. ഫ്ലൈറ്റ് 9525 ആൽപ്സ് പർവ്വതനിരകളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഇറക്കം സൂക്ഷ്മമെങ്കിലും ഭയപ്പെടുത്തുന്നതായിരുന്നു. നിയന്ത്രിതവും സ്ഥിരവും അനധികൃതവുമായിരുന്നു. വിമാനത്തിൻ്റെ ഉയരം കുറയുന്നത് ഫ്രഞ്ച് കൺട്രോളർമാർ നിസ്സഹായരായി നോക്കി നിന്നു. അവരുടെ അടിയന്തര കോളുകൾക്ക് നിശബ്ദതയായിരുന്നു മറുപടി. ഒരു മെയ്ഡേ കോളിൻ്റെയോ ഒരു പ്രതികരണത്തിൻ്റെയോ അഭാവം ഭയപ്പെടുത്തുന്നതായിരുന്നു. വ്യോമയാനത്തിൽ നിശബ്ദത പലപ്പോഴും ഏറ്റവും മോശമായതിനെയാണ് സൂചിപ്പിക്കുന്നത്. 10 ദീർഘനേരം വിമാനം അതിൻ്റെ മാരകമായ ഇറക്കം തുടർന്നു. ഇപ്പോഴും നിയന്ത്രണത്തിലായിരുന്നു, പക്ഷേ പർവ്വതങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള പാതയിലായിരുന്നു. രാവിലെ 10:41 വിദൂര മാസിഫ് ഡെസ്ട്രോയ് സൈവാഷസിലൂടെ റഡാർ സിഗ്നൽ അപ്രത്യക്ഷമായി. രക്ഷാപ്രവർത്തന സംഘങ്ങൾ അവസാനമായി അറിയപ്പെട്ട സ്ഥലത്തേക്ക് കുതിച്ചെത്തി. എന്നാൽ ആ പ്രദേശം ദുർഘടമായിരുന്നു. അപകടത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടപ്പോൾ അതിജീവിച്ചവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വേഗത്തിൽ മങ്ങി. അപ്രത്യക്ഷമാകൽ പെട്ടെന്നുള്ളതും അവസാനത്തേതും വിനാശകരവുമായിരുന്നു. കോക്പിറ്റിൽ നിന്നുള്ള നിശബ്ദത സങ്കല്പിക്കാനാകാത്ത ഏറ്റവും ദുരന്തപൂർണമായ രീതിയിൽ അവസാനിച്ചിരുന്നു. വ്യോമചിത്രങ്ങൾ പൂർണ്ണമായ നാശം വെളിപ്പെടുത്തി. ഫ്ലൈറ്റ് 9525 കൂട്ടിയിടിച്ചപ്പോൾ ചിന്നിച്ചിതറി. അതിജീവിച്ചവർക്ക് ഒരു പ്രതീക്ഷയും അവശേഷിപ്പിച്ചില്ല. ആൽപ്സ് പർവ്വതനിരകളിൽ ഉയർന്ന സ്ഥലത്തുള്ള അപകടസ്ഥലം അവശിഷ്ടങ്ങളാൽ നിറഞ്ഞിരുന്നു. ഹെലികോപ്റ്റർ മാർഗം മാത്രമേ അവിടെ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുക, പ്രധാനമായി ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തുക എന്നത് രക്ഷാപ്രവർത്തന സംഘങ്ങൾക്ക് ഒരു ഭീകരമായ ദൗത്യമായിരുന്നു. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൻ്റെ കവചം വേഗത്തിൽ കണ്ടെത്തി, പക്ഷേ അതിൻ്റെ മെമ്മറി യൂണിറ്റ് കാണാനില്ലായിരുന്നു. ഇത് തിരച്ചിൽ കൂടുതൽ തീവ്രമാക്കി. മെമ്മറി യൂണിറ്റ് കണ്ടെത്തിയപ്പോൾ അന്വേഷകർ ഓഡിയോ വിശകലനം ചെയ്യാൻ തുടങ്ങി. ഉത്തരങ്ങൾ തേടി. യന്ത്രത്തകരാറ് മുതൽ പൈലറ്റിൻ്റെ അവശത വരെ പല സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിയന്ത്രിതമായ ഇറക്കം സാധാരണ അപകട പ്രൊഫൈലുകളുമായി ഒത്തുപോയില്ല. 9 ദിവസങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കണ്ടെത്തി. എന്നാൽ അപ്പോഴേക്കും കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഭയപ്പെടുത്തുന്ന ഒരു സത്യം വെളിപ്പെടുത്തിയിരുന്നു. ലോകം ആ ദുരന്തത്തിന് പിന്നാലെ വിശദീകരണത്തിനായി കാത്തിരുന്നു. അന്വേഷകർ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ചപ്പോൾ അവർക്ക് കേൾക്കാൻ പോകുന്നതിനെക്കുറിച്ച് തയ്യാറെടുത്തു. ബ്ലാക്ക് ബോക്സ് എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ഈ ഉപകരണം കോക്പിറ്റിലെ ഓരോ ശബ്ദവും, ഓരോ വാക്കും, ഓരോ അലാറവും റെക്കോർഡ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതാണ്. ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ
അവർ ആദ്യം കേട്ടത് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസർ ആൻഡ്രിയാസ് ലുബിറ്റ്സും തമ്മിലുള്ള ശാന്തമായ പതിവ് സംഭാഷണമായിരുന്നു. രണ്ട് പൈലറ്റുമാരും ഫ്ലൈറ്റ് വിവരങ്ങൾ, കാലാവസ്ഥ, മറ്റ് നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. അവരുടെ ശബ്ദങ്ങൾ സ്ഥിരവും പ്രൊഫഷണലുമായിരുന്നു. ആദ്യം അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നിയില്ല. എന്നാൽ പിന്നീട് ക്യാപ്റ്റൻ ഇറങ്ങാൻ അനുവാദം ചോദിച്ച് കോക്പിറ്റിൽ നിന്ന് പുറത്തുപോയി. ഒരുപക്ഷെ ഒരു ചെറിയ വിശ്രമമുറി ഇടവേളയ്ക്കായിരിക്കാം. അയാളുടെ പിന്നിൽ വാതിൽ മൃദുലമായ ശബ്ദത്തോടെ അടഞ്ഞു. ഏകദേശം ഉടൻ തന്നെ കോക്പിറ്റ് വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യുന്ന ശബ്ദം രേഖപ്പെടുത്തി. നിമിഷങ്ങൾക്കകം ഓട്ടോ പൈലറ്റ് പുനഃക്രമീകരിക്കപ്പെട്ടു. ആരോ അത് അതിവേഗം താഴേക്ക് ഇറങ്ങാൻ ഏറ്റവും കുറഞ്ഞ ഉയരം ലക്ഷ്യമിട്ട് സജ്ജീകരിച്ചിരുന്നു. അധികം വൈകാതെ ക്യാപ്റ്റൻ തിരികെ വന്ന് കോക്പിറ്റിൽ വീണ്ടും പ്രവേശിക്കാൻ ശ്രമിച്ചു. അയാൾ വാതിലിൽ മുട്ടുന്നതും പിന്നീട് വിളിക്കുന്നതും വാതിൽ പൂട്ടിയിട്ടുണ്ടെന്നും പ്രവേശനം നിഷേധിക്കപ്പെടുകയാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദം കൂടുതൽ പരിഭ്രാന്തമാകുന്നതും റെക്കോർഡർ പിടിച്ചെടുത്തു. വാതിൽ തുറക്കാനുള്ള അയാളുടെ ആവർത്തിച്ചുള്ള അപേക്ഷകൾക്ക് ഉള്ളിൽ നിന്ന് നിശബ്ദതയായിരുന്നു മറുപടി. റെക്കോർഡിംഗ് കൂടുതൽ ഭ്രാന്തമായി. ക്യാപ്റ്റൻ വാതിലിൽ അടിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം ഇപ്പോൾ നിരാശയായിരുന്നു. ലൂബിറ്റ്സിനോട് വാതിൽ തുറക്കാൻ യാചിച്ചു. ആൻഡ്രിയാസ്, വാതിൽ തുറക്കൂ! അയാൾ അലറി. അവൻ്റെ വാക്കുകൾ വ്യക്തമല്ലെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. പരിഭ്രാന്തിയും അവിശ്വാസവും അവൻ്റെ ശബ്ദത്തിൽ വ്യക്തമായിരുന്നു. വിമാനം താഴേക്ക് ഇറങ്ങുന്നത് തുടർന്നപ്പോൾ കോക്പിറ്റിലെ അലാറങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. അപകടത്തിൻ്റെ മുന്നറിയിപ്പ് നൽകി. ഇതിനെല്ലാമിടയിലും ലുബിറ്റ്സ് ഭയങ്കരമായി നിശബ്ദനായിരുന്നു. അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരേ ഒരു ശബ്ദം അവൻ്റെ സ്ഥിരവും നിയന്ത്രിതവുമായ ശ്വാസമെടുപ്പായിരുന്നു. സംവേദനക്ഷമതയുള്ള മൈക്രോഫോണുകൾ അത് വ്യക്തമായി പിടിച്ചെടുത്തു. കോക്പിറ്റിന് പുറത്ത് ആശയക്കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടു. ക്യാപ്റ്റൻ ഉറപ്പുള്ള വാതിൽ തകർക്കാൻ എല്ലാ വഴികളും ശ്രമിച്ചു. ക്യാബിനിൽ യാത്രക്കാർ എന്തോ ഭയങ്കരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി. വിമാനം അതിവേഗം താഴേക്ക് ഇറങ്ങുന്നത് തുടർന്നപ്പോൾ അവരുടെ പരിഭ്രാന്തി വർദ്ധിച്ചു. അലാറങ്ങൾ വിമാനത്തിൻ്റെ ഉൾവശത്ത് മുഴങ്ങി. അതേസമയം ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഭയപ്പെടുത്തുന്ന സ്ഥിരീകരണം നൽകി. അത് ബോധപൂർവമായ കൃത്യമായ നിയന്ത്രണ ഇൻപുട്ടുകൾ കാണിച്ചു. ആരോ വിമാനത്തെ നേരിട്ട് മലഞ്ചരിവിലേക്ക് നയിക്കുകയായിരുന്നു. എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും മറികടന്ന് തെളിവുകൾ അതിശക്തമായിരുന്നു. സംശയത്തിന് ഒരിടവും നൽകിയില്ല. ഇതൊരു ദുരന്തപൂർണമായ തകരാറോ ഒരു ഭയങ്കരമായ തെറ്റോ ആയിരുന്നില്ല. വിവരങ്ങളും ശബ്ദങ്ങളും വ്യക്തവും ഭയാനകവുമായ ഒരു കഥ പറഞ്ഞു. ഇതൊരു അപകടമായിരുന്നില്ല. ബ്ലാക്ക് ബോക്സുകളിലെ ലഭ്യമായ എല്ലാ തെളിവുകളും പരിശോധിച്ച ശേഷം പ്രോസിക്യൂട്ടർമാർ അവരുടെ നിഗമനം പ്രഖ്യാപിച്ചു. ആൻഡ്രിയാസ് ലുബിറ്റ്സ് ബോധപൂർവം ക്യാപ്റ്റനെ പുറത്താക്കി. മനഃപൂർവ്വം വിമാനം തകർത്തു. 149 നിരപരാധികളായ ജീവനെ തന്നോടൊപ്പം കൊണ്ടുപോയി. ഈ അപകടം കൂട്ടക്കൊല, ആത്മഹത്യയുടെ ആസൂത്രിതമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഭയപ്പെടുത്തുന്ന, തടസ്സമില്ലാത്ത നിശബ്ദതയിൽ നടപ്പാക്കിയത്. 38,000 അടി ഉയരത്തിൽ നടന്ന ഭീകരതയും വഞ്ചനയും മനസ്സിലാക്കാൻ ലോകം പാടുപെട്ടു. ഈ ദുരന്ത വാർത്ത ലോകമെമ്പാടും ഞെട്ടലുണ്ടാക്കി. വിശ്വസിക്കാവുന്ന ഒരു പൈലറ്റിന് ഇത്രയും ചിന്തിക്കാനാവാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആളുകൾ എല്ലായിടത്തും സ്തംഭിച്ചുപോയി. സാങ്കേതിക വിവരങ്ങൾ സ്ഥാപിച്ചതോടെ അന്വേഷണം ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് തിരിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തുള്ള ഒരാളെ ഇത്രയും വിനാശകരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്ത് പ്രേരിപ്പിച്ചു? ഉത്തരങ്ങൾക്കായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധ ആൻഡ്രിയാസ് ലുബിറ്റ്സിലേക്ക് മാറി. 27 വയസ്സുള്ള സഹ പൈലറ്റ്. പുറമേ നോക്കുമ്പോൾ തൻ്റെ സ്വപ്നം ജീവിക്കുന്നതായി തോന്നി. അവൻ ചെറുപ്പവും ലക്ഷ്യബോധമുള്ളവനുമായിരുന്നു. പലരും ആഗ്രഹിക്കുന്ന ഒരു വാണിജ്യ വിമാനത്തിൻ്റെ കോക്പിറ്റിലെ സ്ഥാനം അവൻ നേടിയിരുന്നു. അവൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ലുബിറ്റ്സ് ശാന്തനും പ്രൊഫഷണലുമായി തോന്നി. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുടെയോ ദുരിതങ്ങളുടെയോ ബാഹ്യലക്ഷണങ്ങൾ കാണിച്ചില്ല. ലുബിറ്റ്സ് ലുഫ്താൻസയുടെ ബഹുമാന്യമായ ഫ്ലൈറ്റ് സ്കൂളുകളിൽ കഠിനമായ പരിശീലനം പൂർത്തിയാക്കി. ആവശ്യമായ എല്ലാ പരീക്ഷകളും വിലയിരുത്തലുകളും പാസ്സായി. അവൻ്റെ ഇൻസ്ട്രക്ടർമാരും എയർലൈനിൻ്റെ മെഡിക്കൽ സ്റ്റാഫും അവനെ പറക്കാൻ യോഗ്യനാണെന്ന് കണക്കാക്കി. എന്നിരുന്നാലും ഈ മിനുക്കിയ ബാഹ്യഭാഗത്തിന് പിന്നിൽ അന്വേഷകർ ഉടൻ തന്നെ മറിഞ്ഞിരിക്കുന്നതും പ്രശ്നകരവുമായ ഗുരുതരമായ വിഷാദ രോഗത്തിൻ്റെയും മാനസിക സംഘർഷങ്ങളുടെയും ചരിത്രം കണ്ടെത്തി. അവനത് വളരെ ശ്രദ്ധയോടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പരിശീലനത്തിനിടെ ലുബിറ്റ്സിന് ഒരു വലിയ വിഷാദ രോഗം ബാധിച്ചു. അത് അവൻ്റെ പഠനങ്ങളിൽ നിന്ന് കാര്യമായ ഇടവേള എടുക്കാൻ അവനെ നിർബന്ധിതനാക്കി. ഈ തടസ്സമുണ്ടായിട്ടും അവൻ പരിശീലനം പൂർത്തിയാക്കാൻ തിരിച്ചെത്തി. എന്നാൽ അവൻ രഹസ്യമായി മാനസിക ചികിത്സ തുടർന്നു. തൻ്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ വ്യാപ്തി ചുറ്റുമുള്ളവരുമായി പൂർണ്ണമായി വെളിപ്പെടുത്തിയില്ല. അപകടത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ലുബിറ്റ്സിൻ്റെ മാനസികാരോഗ്യം കൂടുതൽ വഷളായി. അവൻ ഒന്നിലധികം ഡോക്ടർമാരെ സന്ദർശിച്ചു. അവരെല്ലാം പൈലറ്റായി ജോലി ചെയ്യാൻ അവൻ യോഗ്യനല്ലെന്ന് തിരിച്ചറിഞ്ഞു. യോഗ്യനല്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ലുബിറ്റ്സ് ഈ വിവരങ്ങൾ അവൻ്റെ തൊഴിലുടമയിൽ നിന്ന് മറച്ചു വെക്കാൻ വളരെയധികം ശ്രമിച്ചു. അവൻ്റെ കരിയറും വ്യക്തിത്വവും നഷ്ടപ്പെടുമെന്ന് ഭയന്നു.
അന്വേഷകർ പിന്നീട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കീറിയ മെഡിക്കൽ രേഖകളും വിഷാദരോഗത്തിനുള്ള കുറിപ്പുകളും കണ്ടെത്തി. അവൻ തൻ്റെ അവസ്ഥ സജീവമായി മറച്ചുവെക്കുകയായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ്. അവനെ നിലത്ത് നിർത്തേണ്ടിയിരുന്ന ഈ രേഖകൾ കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടു. രോഗികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ജർമ്മൻ സ്വകാര്യതാ നിയമങ്ങൾ ഡോക്ടർമാരെ ലുബിറ്റ്സിന്റെ അവസ്ഥയെക്കുറിച്ച് എയർലൈനിന് മുന്നറിയിപ്പ് നൽകുന്നതിൽ നിന്ന് തടഞ്ഞു. ഇത് മേൽനോട്ടത്തിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു. കാരണം അവന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ വിമാന സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്തെത്തിയില്ല. ദുരന്തത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലുബിറ്റ്സ് ആത്മഹത്യാ രീതികളെക്കുറിച്ചും കോക്പിറ്റ് സുരക്ഷാ നടപടികളെക്കുറിച്ചും ഓൺലൈനിൽ തിരഞ്ഞു കണ്ടെത്തിയിരുന്നു. സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ സ്വയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു സിസ്റ്റത്തെ അവൻ ചൂഷണം ചെയ്തു. മറ്റാരും ഇടപെടില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഈ ദുരന്തം വ്യോമയാനത്തിൽ ഒരു നിർണായക ദുർബലത വെളിപ്പെടുത്തി. ഒരു പൈലറ്റിന്റെ മറിഞ്ഞിരിക്കുന്ന മാനസികാരോഗ്യ പ്രതിസന്ധി വളരെ വൈകുന്നത് വരെ കണ്ടെത്തപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. സ്വകാര്യതയും പൊതുസുരക്ഷയും എങ്ങനെ സന്തുലിതമാക്കണമെന്നും നിശബ്ദമായി കഷ്ടപ്പെടുന്ന പൈലറ്റുമാരെ പിന്തുണയ്ക്കാൻ മതിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും ഇത് അടിയന്തരമായി ചോദ്യങ്ങൾ ഉയർത്തി. ഫ്ലൈറ്റ് 9525 അവസാന 10 മിനിറ്റ് ഒരു സ്ലോ മോഷൻ പേടി സ്വപ്നമായിരുന്നു. ക്യാപ്റ്റൻ പുറത്തുപോയ ഉടൻ ലുബിറ്റ്സ് കോക്പിറ്റ് വാതിൽ പൂട്ടി. വിമാനം താഴേക്കിറങ്ങാൻ ക്രമീകരിച്ചു. ഹൈജാക്കർമാരെ പുറത്തു നിർത്താൻ ഉപദേശിച്ചുള്ള ഉറപ്പുള്ള വാതിൽ ഇപ്പോൾ ക്യാപ്റ്റനെയും ജീവനക്കാരെയും ഇടപെടുന്നതിൽ നിന്ന് തടഞ്ഞു. ക്യാപ്റ്റന്റെ മര്യാദയുള്ള മുട്ടലുകൾ നിരാശാജനകമായ അടിയായി മാറി. എന്നാൽ വാതിൽ ഉറച്ചു നിന്നു. അലാറങ്ങൾ മുഴങ്ങി. യാത്രക്കാർക്ക് എന്തോ ഭയങ്കരമായ തെറ്റ് സംഭവിച്ചെന്ന് മനസ്സിലായി. ലുബിറ്റ്സ് നിശബ്ദനായിരുന്നു. നിലമടുത്തു വരുമ്പോൾ വേഗതയിൽ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തി. അവസാനത്തെ ശബ്ദം കൂട്ടിയിടേതായിരുന്നു. ഒരു നിമിഷം കൊണ്ട് 150 ജീവനുകൾ നഷ്ടമായി. ഒരു കാലത്ത് ഒരു അഭയകേന്ദ്രമായിരുന്ന കോക്പിറ്റ് ഒരു ശവകുടീരമായി മാറി. ഫ്ലൈറ്റ് 9525 മനഃപൂർവ്വമുള്ള തകർച്ച പൊതുജന വിശ്വാസത്തെ തകർക്കുകയും വ്യോമയാന സുരക്ഷയിലെ ഒരു മാരകമായ പോരായ്മ വെളിപ്പെടുത്തുകയും ചെയ്തു. സുരക്ഷയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഉറപ്പുള്ള കോക്പിറ്റ് വാതിൽ ഒരു ദുരന്തത്തിന് കാരണമായി. ഇതിന് മറുപടിയായി ലോകമെമ്പാടുമുള്ള റെഗുലേറ്റർമാർ 2 പേരടങ്ങുന്ന കോക്പിറ്റ് നിയമം നിർബന്ധമാക്കി. 2 ക്രൂ അംഗങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. പൈലറ്റുമാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചും സ്വകാര്യതയും സുരക്ഷയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും വ്യവസായത്തിന് കഠിനമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. എയർലൈനുകൾ മെഡിക്കൽ സ്ക്രീനിങ്ങും പിന്തുണാ സംവിധാനങ്ങളും പരിഷ്കരിക്കാൻ തുടങ്ങി. നിയമപരവും കോർപ്പറേറ്റുമായ പ്രത്യാഘാതങ്ങൾ വർദ്ധിച്ചു. കുടുംബങ്ങൾ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ടു. വ്യോമയാന വ്യവസായം വിമാന സുരക്ഷയുടെ മാനുഷിക ഘടകത്തെ നേരിടാൻ നിർബന്ധിതരായി. സാങ്കേതിക വൈവിധ്യം പോലെ തന്നെ മാനസിക യോഗ്യതയും പ്രധാനമാണെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഈ ദുരന്തം ഒരു പരിഷ്കരണത്തിന് ഉത്തേജകമായി മാറി. ഈ പാഠങ്ങൾ വ്യോമയാനത്തെ എന്നേക്കുമായി മാറ്റിമറിക്കും. 2 പേരടങ്ങുന്ന കോക്പിറ്റ് നിയമം ദുരന്തത്തിന്റെ ഏറ്റവും ദൃശ്യമായ പാരമ്പര്യമായി മാറി. എന്നിരുന്നാലും അതിന്റെ നടപ്പാക്കൽ ചർച്ചകൾക്ക് തിരികൊളുത്തി. ചില എയർലൈനുകൾ പിന്നീട് ഈ നിയമം ലഘൂകരിച്ചു. എന്നാൽ പലരും ഇതൊരു സുരക്ഷാ മുൻകരുതലായി നിലനിർത്തി. പൈലറ്റുമാരുടെ ആരോഗ്യ പ്രോട്ടോക്കോളുകളിലെ മാറ്റങ്ങളാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. മെച്ചപ്പെട്ട മാനസിക പരിശോധനകളും ആവർത്തിച്ചുള്ള വിലയിരുത്തലുകളും സാധാരണമായി. പൈലറ്റുമാരെ വിഷഭയക്കാതെ സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുന്ന പിയർ സപ്പോർട്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായിരിക്കുമ്പോൾ ഡോക്ടർമാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പുതിയ നിയമങ്ങൾ അധികാരം നൽകി. സ്വകാര്യതയും ഇടപെടലിന്റെ ആവശ്യകതയും സന്തുലിതമായി. വ്യവസായം മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള മുൻവിധികൾ ഇല്ലാതാക്കാൻ തുടങ്ങി. തുറന്ന മനസ്സും പിന്തുണയും പ്രോത്സാഹിപ്പിച്ചു. പൈലറ്റുമാർക്ക് സഹായം തേടാനും സുരക്ഷിതമായി പറക്കലിലേക്ക് തിരികെ വരാനും കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. അസുഖം മറച്ചുവെക്കുന്നതിന് പകരം ഈ പരിഷ്കാരങ്ങൾ യാത്രക്കാർക്കും ജീവനക്കാർക്കും സുരക്ഷയുടെ പ്രധാനപ്പെട്ട പാളികൾ നൽകി. ജർമ്മൻ വിങ്സ് ദുരന്തം പൈലറ്റുമാരിൽ നാമർപ്പിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും ആ വിശ്വാസം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ചികിത്സിക്കാത്ത മാനസിക രോഗങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങളെയും സ്വകാര്യതയുടെ പരിമിതികളെ അഭിമുഖീകരിക്കാൻ ഈ അപകടം വ്യോമയാനത്തെ നിർബന്ധിതരാക്കി. പൊതുസുരക്ഷാ അപകടത്തിലാവുമ്പോൾ നിർണായക വിവരങ്ങൾ പങ്കുവെക്കാൻ ഇപ്പോൾ പരിഷ്കാരങ്ങൾ അനുവദിക്കുന്നു. എന്നാൽ സന്തുലനം അതിലോലമായി തുടരുന്നു. മാനസികാരോഗ്യ അവബോധത്തിലേക്കുള്ള വ്യവസായത്തിന്റെ സാംസ്കാരിക മാറ്റം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യമാണ്. പിയർ സപ്പോർട്ടും തുറന്ന മനസ്സും ഇപ്പോൾ വ്യോമയാന സുരക്ഷയുടെ കേന്ദ്രബിന്ദുവാണ്. പ്രതിസന്ധിയാകുന്നതിന് മുൻപ് സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ പൈലറ്റുമാരെ സഹായിക്കുന്നു. നഷ്ടപ്പെട്ടവരുടെ ഓർമ്മ നിലവിലുള്ള ജാഗ്രതയും പുരോഗതിയെയും നയിക്കുന്നു. ദുരന്തം തടയാൻ കഴിയുന്നതായിരുന്നു. അതിൻ്റെ പാഠങ്ങൾ കൂടുതൽ ശക്തമായ നിയമങ്ങളിലേക്കും പിന്തുണാ സംവിധാനങ്ങളിലേക്കും നയിച്ചു. ആകാശം സാങ്കേതികമായി മാത്രമല്ല മാനുഷികമായും സുരക്ഷിതമാക്കാനുള്ള വാഗ്ദാനവും നൽകുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.